ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. പക്ഷേ ഈ അൺബോക്സിംഗ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ കൂടുതൽ കാണിക്കുന്ന പ്ലാന്റ്സും ക്രീപ്പർ പ്ലാന്റ്സ് ആണ്. നമ്മളുടെ ചാനലിൽ മിക്കപ്പോഴും ഈ കാണുന്ന പ്ലാന്റിലെ തുമ്പർജിയ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഇടുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ്സ് വരുന്നതാണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ തൈ കിട്ടുമോ, ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. തുമ്പർജി പ്ലാന്റ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പ്ലാന്റ് എത്തുന്നതിന് എന്തൊക്കെ റൂൾസ് ആണുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഈ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 30 വരെയാണ് ഗിവ് അവേ ഉള്ളത്. ഇന്ന് നല്ല മഴക്കാറുള്ള ദിവസമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഗാർഡനിൽ വെച്ച് തന്നെ നമ്മളുടെ പ്ലാന്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഇരുന്നത്. പക്ഷേ ഇത് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സമയത്തും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ പ്രകൃതിയൊക്കെ കാണാനായിട്ട്. ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് അയച്ചു തന്നിരിക്കുന്നത് അലൻസ് ഗാർഡനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ, നല്ല പാക്കിംഗ് ആണ്. കാരണം ഇത് കണ്ടോ, ഓരോ പ്ലാന്റ്സിന്റെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് അഗ്ലോണിമ പിങ്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോട്ടിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാത്ത പ്ലാന്റ്സ്, നല്ല ഫ്രഷായിട്ട് നല്ല പിങ്ക് കളറിൽ അഗ്ലോണിമയുടെ പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാമേ ഏതൊക്കെ പ്ലാന്റ്സ് ആണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാന്റാണ് തുമ്പർജിയുടെ. ശരിക്കും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് തുമ്പർജിയുടെ. പക്ഷേ ഇപ്പം തൈ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു പ്ലാന്റ് കിട്ടുവാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേന്ന്. അലൻസ് ഗാർഡനിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പെട്രിയ വൈറ്റ് ആണ്. ഇതിന്റെ ലീവ്സ് കണ്ടോ, തൊടുമ്പോൾ തന്നെ നല്ല ഒരു ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചർ. പെട്രിയ വൈറ്റിന്റെ പൂക്കളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല കൊലകൊലയായിട്ട് വരുന്ന വൈറ്റ് പൂക്കളാണ്. ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമിയോക്ലിക്കസ് സെമിഫോലിയോ എന്നുള്ള പ്ലാന്റ് ആണ്. CC പ്ലാന്റ് എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് റെപ്സേലിയസ് റെഡ് കാക്ടസ് പ്ലാന്റ് ആണ്. ഇത് ചെറിയൊരു തൈയാണെങ്കിൽ പോലും മതി, നമുക്ക് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു വരുന്നതാണ്. ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ്. അതുപോലെ വല്ലപ്പോഴും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പ്ലാന്റിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് വേണ്ടത്. അഗ്ലോണിമ റെഡ് ആണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, എന്ത് ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ റെഡ് വേരിയേഷൻസ് ഒക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ഡാമേജും ഇല്ലാതെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് തുമ്പർജിയ വേരിഗേറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ അധികം കാണാത്തതാണ്. നമുക്ക് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ കാണുന്ന തുമ്പർജിയ വേരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ സ്കാർലറ്റ് ക്ലോക്ക് വൈൻ എന്ന പേരുണ്ട്. അതുപോലെ തന്നെ ലേഡി ഷൂ എന്നൊക്കെ പേരുള്ള നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്നതും അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും ട്രംപറ്റ് ഷേപ്പിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്.
പെട്രിയ വയലറ്റ് ആണ്. പെട്രിയ വയലറ്റും ഞാൻ അധികം കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാന്റ് ആണിത്. ഇതിൽ ശരിക്കും ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഭംഗി. കൊലകുത്തി പൂക്കും. അതുപോലെ തന്നെ ഒരു പെയിൽ ബ്ലൂവിൽ നിന്നും വയലറ്റ് കളറിലേക്കാണ് ആ ഒരു ഫ്ലവറിൻ്റെ കളേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണുള്ളത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതേപോലെ തന്നെയാണ് പെട്രിയ വൈറ്റ് വരുന്നത്. വൈറ്റ് കളറും ഇതൊരു വയലറ്റ് കളറും ആണെന്നേ ഉള്ളൂ. എന്താ ഭംഗിയല്ലേ. ഇത് ചൈന ഡോൾ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല, ഇത് സ്ട്രെസ് ഒരുപാട് റെഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ എയർ പ്യൂരിഫൈങ് പ്ലാന്റും കൂടിയാണ്. നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുവാണെങ്കിൽ വളരെ നന്നായിട്ട് വളർന്നു വരുന്നതാണ്. ഇതിൻ്റെ ഇലകളുടെയാണ് പ്രത്യേകത. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായി. നോക്ക്, ഈ തളിരില പോലും ഒരു ഡാമേജും ഇല്ലാതെ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് മണിമുല്ലയുടെ പ്ലാന്റ് ആണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണിമുല്ല ഇതിൻ്റെ തൈ കിട്ടുമെന്ന്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് പേര് ഇത് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. മണിമുല്ല നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ പ്ലാന്റ്സ് എല്ലാം അയച്ചു തന്നിരിക്കുന്നത് അലൻസ് ഗാർഡനിലാണ്. അലൻസ് ഗാർഡൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം പ്രൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്കിതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് ഇനിയും സെക്കൻഡ് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് നിറയെ പ്ലാന്റ്സ് ആണുള്ളത്. എല്ലാം നല്ല സേഫായിട്ടും നല്ല പോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ അലൻസ് ഗാർഡൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അകത്ത് CC പ്ലാന്റ് ആണ്. നമ്മൾ സാധാരണ നോർമൽ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് CC പ്ലാന്റിൻ്റെ ഡോർഫാണ്. ഡോർഫ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കാണ് ഒരു പ്രത്യേകത. നോർമൽ CCയെക്കാളിലും ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഏകദേശം ഒരു 3-4 തൈകൾ തന്നെയുണ്ട്. ഈ 4 തൈകൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടുന്നതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്കും നല്ല പോലെ ഭംഗിയായിരിക്കും. ഇത് വന്നിട്ട് പെൻസിൽ കാക്ടസ് ആണ്. ഇത് നല്ല ഭംഗിയായിട്ടോ കാണാനൊക്കെ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ്, പെൻസിൽ കാക്ടസ് എന്ന് പറഞ്ഞ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട്. എന്ത് രസമുള്ള പ്ലാന്റാ ഇത്. അടുത്ത പ്ലാന്റ് വരുന്നത് അഗ്ലോണിമ സ്റ്റാർഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പ്ലാന്റ്സ് എല്ലാം എൻ്റെ ആ ലീവ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ള കാര്യം. നമുക്കിനി അടുത്ത് നോക്കുന്നത് CC ബ്ലാക്ക് പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇച്ചിരി ഡാർക്ക് കളറിലാണ് എൻ്റെ ലീവ്സ് വരുന്നത്. ഇതിൻ്റെ അകത്തും ഒരു 3-4 തൈയുണ്ട്. നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വാട്ടർമെലൺ പെപ്രോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അതും എൻ്റെ കയ്യിലില്ല, നേരത്തെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ പലരും വന്ന് ചോദിക്കുമ്പം കൊടുക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു പ്ലാന്റ് ആണ്. നോക്കാം. ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്ക്, അതിൻ്റെ അകത്ത് 7-8 ലീവ്സ് തന്നെയുണ്ട്. അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. ഇതാണ് മോൺസ്റ്റർ ഹെയി. ശരിക്കും പറഞ്ഞാൽ
നമ്മളുടെ ഭിത്തിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിൽ വെർട്ടിക്കൽ ആയിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ എവിടെയാണോ പോട്ട് കൊണ്ടുവെക്കുന്നത് അവിടെ നിന്ന് അങ്ങ് വോളിൽ ക്ലൈംബ് ചെയ്ത് കയറുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് ചെറിയൊരു പ്ലാന്റാണ്, പക്ഷേ ഈ ഒരു പ്ലാന്റ് വെച്ചാൽ മാത്രം മതി നമുക്ക് ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പിടിച്ച് കയറുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. ബിഗിനേഴ്സിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. എത്ര പൊക്കത്തിൽ വേണമെങ്കിലും ഇത് പിടിച്ച് കയറി പൊക്കോളും. അതുപോലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇതിനിപ്പം ലിവിങ് ഗ്രീൻ ബോൾ എന്നാണ് ഇതിനെ പറയുന്നത് ശരിക്കും. അത്രയും രസകരമായിട്ടാണ് ഇത് കയറുന്നത്. ഇത് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നത്. ഈ തൈകളാണ് നമുക്ക് അലൻസ് ഗാർഡനിൽ അയച്ചത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് കാറ്റ്സ് ഗ്ലോ ആണ്. കാറ്റ്സ് ഗ്ലോ എല്ലാവർക്കും അറിയാവുന്ന മഞ്ഞ കളറിലെ പൂക്കളുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് കാറ്റ്സ് ഗ്ലോ ആണ്. ഒക്കെ എന്ത് ഭംഗിയായിട്ടുണ്ട്. ഇനിയും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഹസ്ബൻഡ് വീട്ടിലാണ് കൊണ്ട് നടുന്നത്. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കാരണം എനിക്ക് ഇവിടെ ഇത് വെക്കാൻ പറ്റത്തില്ല. നോക്ക് എത്ര മനോഹരമായിട്ടുള്ളൊരു ചെടിയാന്ന് നോക്ക്. എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് എന്തായാലും ഉണ്ടാകും. എന്താ ഒരു ഭംഗി. അങ്ങ് കയറി പോവാണ് മരത്തിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങ് കയറിയാണ് അത് വളരുന്നത്. ഇത് കട്ടൻ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റും 49 റുപ്പീസിന് അലൻസ് ഗാർഡനിൽ കിട്ടുന്നതാണ്. അതുപോലെ എയർ പ്ലാന്റ്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾക്ക് ബട്ടർഫ്ലൈസിനെ കുറേ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. കിൽക്കാമ്പെട്ടി എന്ന് ഒക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് 5 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. അപ്പം ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 വേരിഗേറ്റഡ് ആയിട്ടുള്ള തുമ്പേർജിയ പ്ലാന്റ്, 1 തുമ്പേർജിയ പ്ലാന്റും അതുപോലെ തന്നെ 2 കാറ്റ്സ് ഗ്ലോവിൻ്റെ പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 3 പ്ലാന്റ്സിൽ ഏത് പ്ലാന്റാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പ്ലാന്റിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ സലു കോശി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. 2025 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് നമ്മൾ വിജയെ പ്രഖ്യാപിക്കുന്നത്. വിജയ് ആരാന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചേക്കാം. അതുപോലെ കമ്മ്യൂണിറ്റി പേജിൽ ഞാനത് മെൻഷൻ ചെയ്തേക്കാം ആരാണ് വിജയ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം പേജ് salu.koshi എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാലും വിജയ് ആരാന്നറിയാം. അപ്പം ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്താൽ മതി. അല്ലാതെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കാരണവശാലും ഫോൺ നമ്പറോ അഡ്രസ്സോ മെൻഷൻ ചെയ്യരുത്. അപ്പം നമ്മൾക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.